ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് സെമീറാൻ്റെ കഥയില്ല കേട്ടോ. സെമീറാൻ്റെ കഥ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇടാം, കുറച്ചും കൂടി എഡിറ്റ് ചെയ്ത് ചെയ്യാണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഒരു കുന്നിൻ്റെ മുകൾക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പം ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് കാർഗിൽ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ഇവിടെ ഞങ്ങൾ കാർഗിൽ കുന്നിൻ്റെ അവിടെ കേട്ടോ. മിക്ക വണ്ടിയിട്ട് കയറുക, നമുക്ക് എല്ലാവർക്കും കൂടി വണ്ടിയിട്ട് കയറാൻ വയ്ക്കൂല. പിന്നെ ഇത് ഫുള്ള് കാടാണ്. ഇവിടെ വണ്ടി ഇട്ടാൽ ശരിയാവില്ല. കണ്ടോ, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോയാൽ എന്താ പാട് നമുക്ക് നോക്കട്ടോ. ആ കുട്ടികളൊക്കെ കാണുന്ന നടന്നു പോവാണ്. വെയ്യ നടക്കാൻ, എനിക്ക് നടക്കാൻ വെച്ചട്ടാ. ഇവനൊക്കെ അത് വണ്ടിട് റിയാസ്ക. ഞാൻ നായ്ക്കൾ കിടക്കുമ്പോൾ കിടക്കണ് പോയേക്ക. എന്താ കാണാട്ടോ കുന്ന്. ഇതിൽ കൂടെ കേട്ടോ ഞങ്ങൾ പോണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കുറേ പോരണമെന്നാട്ടോ പറഞ്ഞ്. അപ്പോൾ ഷോർട്ട് കട്ട്, നമ്മളെവിടെ പോയാലും ഷോർട്ട് കട്ട് പിടിക്കും. കയറാൻ വയ്യ. എമ്മി നോക്കട്ടാ. നോക്കണ്ട ആവശ്യമില്ല. ആമിയെ കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളോ നമ്മൾ എത്തിപ്പെട്ടിട്ടോ. റിയാസ്ക്ക് തിരിഞ്ഞ് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അയ്യോ, അതാ കുട്ടികളൊക്കെ ഓടൽ തുടങ്ങിട്ടോ. ഓൽക്ക് പിന്നെ ക്ഷീണമൊന്നുമില്ല, നമ്മക്കാണല്ലോ ക്ഷീണമൊക്കെ. ഇതിട്ടോ സ്ഥലം. തലയിലൊന്നും മുണ്ട് നിൽക്കണില്ല, നല്ല കാറ്റഞ്ഞ് തലയിൽ മുണ്ടില്ല എന്നുള്ള ആ കമന്റ് നിരോധിച്ചിരിക്കണം കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. കണ്ടോ, മേഘമൊക്കെ ഇതാ ഞങ്ങൾ തൊട്ട് കണ്ടോ. ഏന്നു മേഘമൊക്കെ ഇതാ ഞങ്ങൾ തൊട്ടെടുത്ത്. സൂപ്പർ സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. ഞങ്ങളെ സ്ഥലം അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സൂപ്പർ സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ. അമ്മി പതുക്കെ പോ. സ്ഥലങ്ങളൊക്കെ സൂപ്പർ കേട്ടോ. ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞിട്ട് കയറി ഇരിക്കണ സ്ഥലം കണ്ടോ. ഞങ്ങൾ എവിടെ പോയാലും സാഹസിക്കുന്നത്. അതെന്താ കുതിര പുറത്ത് പോവേ? വെടിയൊക്കെ വടി ആയിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സെമീറാൻ്റെ 11ാമത്തെ പാർട്ട് ഇടുന്ന്. എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കറണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും മാഷാ അല്ലാഹ് കയറുന്നുണ്ട് കേട്ടോ വീഡിയോ. അപ്പം എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. റിയാസ്ക സൂപ്പർ സ്ഥലമാണ്, പക്ഷെ വെള്ളത്തിന് നയിക്കുന്നുണ്ട്. ഇറങ്ങാൻ വെച്ചാ ആയിക്കൂടൊക്കെ
ഇനി സെമീറാനായിട്ട് ടൂർ വരാനുള്ള സ്ഥല ഇങ്ങോട്ടാ കൊണ്ടത്. ഞാൻ പറഞ്ഞില്ല ഊട്ടിക്കും മൂന്നാർക്കൊക്കെ പോണെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അപ്പൊ എന്താ ഞാൻ വരുന്നോടത്ത് കാക്കാത്തുങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ആക്കണം. ആക്ക് അതാ പോണത്. അത് മൊത്തം കഴിഞ്ഞാ എത്തങ്ങൾ കാട്ടിയത് കണ്ടൊക്കെ പാറി പോണു കേട്ടോ. വയ്യ പിന്നെ മക്കളെ വോൾട്ടേജൊക്കെ പോയിട്ടോ. ഇവിടെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ഇതുണ്ടോ ഇവിടുന്ന് കിട്ടിയ കേട്ടോ ഈ പൂവ്. ആരോ കൊടുന്നതാ തോന്നുന്നുണ്ട്. പക്ഷെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതുണ്ടോ നല്ല ഭംഗിയുണ്ട്. അപ്പം അതും എടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് എത്തണം എന്നല്ല ആലോചിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ നിൽക്കാൻ നല്ല രസമാട്ടോ. അടിപൊളി സ്ഥലമാണ്. വരാത്ത ആൾക്കാരുണ്ടെങ്കിലൊക്കെ വന്നോളിട്ടോ. ടൈം പോവാനൊക്കെ സൂപ്പർ സ്ഥലമാണ്. പിന്നെ വണ്ടി കുറച്ച് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറും കേട്ടോ. സ്കൂട്ടി ചെറിയ ചെറിയ വണ്ടികളൊക്കെ കയറും എന്ന് പറഞ്ഞ്. ഇവിടെയൊക്കെ പഠിക്കാനൊക്കെ സൂപ്പർ സ്ഥലമാണ്. വണ്ടിയൊക്കെ പഠിക്കാൻ ഇറങ്ങി പോവാണ്. വൈകുന്നേരം ആയാലൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവും. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയില്ല റിയാസ്ക. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിട്ടാണ് വന്നത്. പക്ഷെ വെയിലുണ്ടെങ്കിലും ചൂടില്ല പറയട്ടോ. നല്ല കാറ്റല്ലേ, അപ്പോൾ വെയിലൊന്നും അറിയില്ല. പിന്നെ എന്താ അറിയോ, കുട്ടികൾക്കൊക്കെ ദാഹിച്ചാലേ ഒരു രക്ഷയില്ല. കടകളൊന്നും ഇല്ലല്ലോ, കുറേ താഴല്ലേ അങ്ങാടിയൊക്കെ. അതുകൊണ്ടാണ് ഒന്നാമത് ഞങ്ങൾ നേരത്തെ പോകണം. ഞോൽക്ക് വെള്ളത്തിനൊക്കെ ദാഹിക്കും വിചാരിച്ചിട്ട്. പക്ഷേ എന്താ പറയുക, അപ്പോൾ കയറുമ്പോഴല്ല സുഖം, ഇറങ്ങുമ്പോഴാണ്. നോക്കി ഇറങ്ങിക്കും, വെളുക്കണ്ട. പിന്നെ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ നല്ല വെയിലായപ്പോൾ കാണണ്ട. ബേക്കുണ്ടോ, അടിപൊളി സ്ഥലം കേട്ടോ. ഇനി ഞാൻ താഴത്ത് എത്തിയിട്ട് ബാക്കി പറയാം. ഫേസ്ക സ്ഥലം എങ്ങനെയുണ്ട്? ഞങ്ങൾ സത്യം പറഞ്ഞാലേ ഒരു റീൽ കണ്ടിട്ട് വന്നതാട്ടോ. ഇപ്പോൾ ഒരു നല്ലതാ. കുറച്ച് ടീം ഇതേപോലെ ആരാണെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോണതിൻ്റെ ഇടയിൽ റീൽ ഉണ്ടാട്ടോ. കാവുംപുറന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങളവിടെ, ഞങ്ങളെ നാട്ടിലോ ഇങ്ങനെ ഒരു സ്ഥലമോ അങ്ങനെ വിചാരിച്ച് പോന്നാട്ടോ. ഒരു കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ. സത്യം പറഞ്ഞാൽ മഴ ഉണ്ടാവുമ്പോൾ വരണം കേട്ടോ. മേലെ നിന്ന് മഴയൊക്കെ കൊള്ളുമ്പോൾ നല്ല രസമാണ്. പിന്നെ പറയാനെന്താ വെച്ചാൽ വരുന്ന റോഡ് മഴ പെയ്താൽ ആകെ കച്ചറാവില്ല റിയാസ്ക. അത് നല്ല കച്ചറ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ നടന്ന് പോരാനൊന്നും കഴിയില്ല കേട്ടോ. അങ്ങനെ അപ്പം ഇനി അടുത്ത് ഞാൻ താഴെ എത്തിയിട്ട് പറയാം. ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ആ കാട്ടിക്കുള്ള വഴിയാണത്. ഇങ്ങനെയാണ് പോകണോട്ടാ. ഇതാണ് റോഡ്. ഇവിടെ വണ്ടിക്കും വരും കേട്ടോ. പക്ഷെ ഞാൻ കുട്ടികളുള്ള കാരണം വണ്ടി ഞാനേ പോട്ടെ വണ്ടി പോട്ടെ ആടാ. അല്ല ഇതന്നെ റൂട്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള. ഇവിടെ പോയാലും അവിടെ എത്തും. ആ ചാളിയേക്ക് കുട്ടികളുള്ള കാരണം അങ്ങ് ബൈക്ക് താഴത്ത് നിർത്തിയിരിക്കുകയാണ്. ബൈക്ക് അവിടെ ഉണ്ടോയെന്ന് പോയാക്കട്ടെ. സ്ഥലം എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് രണ്ട് പുറം കണ്ടോ, അടിപൊളി കാടാട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാന്നിപ്പോൾ ബഡ്ജറ്റാണ്. കണ്ടോ നല്ല വിശാലമായിട്ടുള്ള കാടുകളാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ പോന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ ഏടത്തിൻ്റെ വീട് അവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏടത്തിൻ്റെ പെരയ്ക്ക് കൂടി കയറി അവിടെ ചായ കുടിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കുളം ഉണ്ടായിരുന്നു. അവിടെയും കൂടി ഒന്ന് പോയിട്ട്, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഒക്കെ ഒന്നും പറയാതിരിക്കാൻ നല്ലത്. വീണ് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീണ് ഓളൊന്ന് വീണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലേക്ക് പോകട്ടെ. പാങ്ങക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.